വയനാട്ടിൽ പുൽപ്പള്ളി കള്ളക്കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിനാണ് അന്വേഷണ ചുമതല. തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തു കൊണ്ടുവച്ച പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. ദീപക് മോഹൻ, തങ്കച്ചൻ ഇന്നലെ നമ്മളോട് പറഞ്ഞത് ഈ മതിലിന് പുറത്ത് നിന്ന് ആരോ എറിഞ്ഞ ഉള്ളിലേക്ക് ഇട്ടതാണ്, എന്നിട്ട് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു എന്നുള്ളതാണ്. പോലീസിന് നിഷ്പ്രയാസമല്ലേ അത് കണ്ടുപിടിക്കാൻ? വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കാൻ നടത്തിയ ഗൂഢാലോചന നടത്തിയ ആളെ കുറിച്ചുള്ള സൂചന ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കേസ് കൈമാറിയിട്ടുണ്ട്. നേരത്തെ പുൽപ്പള്ളി പോലീസായിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വിശദമായ അന്വേഷണത്തിനായി കേസ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യ പ്രതിയെക്കുറിച്ചിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും. നേരത്തെ അതായത് പുൽപ്പള്ളി പെരിക്കല്ലൂരിലുള്ള ഈ തങ്കച്ചന്റെ വീടിന്റെ മുറ്റത്തേക്ക് സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും കൊണ്ടുപോയി വെച്ചത് ആരാണ്, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്നതിനെ പറ്റിയുള്ള വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ഈ തങ്കച്ചനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പുൽപ്പള്ളി പോലീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വിശദമായ അന്വേഷണത്തിന്, സത്യസന്ധമായ ഒരു അന്വേഷണത്തിനായി പുതിയൊരു സ്ക്വാഡിനെ ഡിവൈഎസ്പി സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ കീഴിൽ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. ഏതായാലും ആരാണ് വീട്ടിൽ മദ്യം കൊണ്ടുപോയി വെച്ചത്, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അടക്കം ഇതിൽ പങ്കുണ്ടെന്നുള്ള രീതിയിലൊക്കെ നേരത്തെ പരാമർശം തങ്കച്ചന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിശദമായ പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അരുൺ, താങ്ക് യു. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തങ്കച്ചൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. എന്നിട്ട് ആ തങ്കച്ചനോടാണ് ഈ പണി കാണിച്ചത്. ഗേറ്റിന് പുറത്ത് നിന്ന്, ഗേറ്റില്ല അവിടെ, ആ പരിസരത്ത് വന്നിട്ട് ഈ തോട്ടയെടുത്ത് വണ്ടിയുടെ കാറിനടിയിലിടുക, കുറച്ച് കർണാടകയിൽ നിന്നുള്ള വ്യാജ മദ്യ പാക്കറ്റും കൂടി ഇടുക, എന്നിട്ട് പോലീസിനെ വിളിച്ച് പറയുക സാധനം ഉണ്ട് കേട്ടോ അവൻ്റെ വീട്ടിൽ എന്ന് പറയുക. പോലീസ് വന്ന് രാത്രിയിൽ ഇതൊന്നും നോക്കാതെ പൊക്കിക്കൊണ്ടുപോയി 17 ദിവസം അകത്തിടുക. ഒന്ന് ആലോചിച്ച് നോക്കി. വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട്. പിടി വീഴും കേട്ടാ.